മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് പ്ലാനാണ് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു സ്പെസിഫിക് പ്ലാനിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എലമെൻറ്റ്സ്, പ്രൊഡക്ടിവിറ്റി പ്ലാനിൻ്റെ എലമെൻറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഓപ്പറേഷണൽ പ്ലാനിങ്. ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ അല്ലേ, ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. ഹൂ, വാട്ട് ആൻഡ് വെൻ തിങ്സ് നീഡ് ടു ബി ഡൺ. ആര്, എന്ത്, അതുപോലെ എപ്പോൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഓപ്പറേഷൻ പ്ലാനിങ്ങിൽ വരുന്നത്. ഓപ്പറേഷൻ പ്ലാനിങ് വെൻ യൂസ്ഡ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ should include coordination of suppliers, vendors, materials and day-to-day work activities to ensure workers have access to the resources necessary to do their job. അപ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി പ്ലാനിൻ്റെ കണ്ടക്സ്റ്റിൽ നമ്മൾ ഓപ്പറേഷൻ പ്ലാനിങ് എന്താണെന്ന് പറയുകയാണെങ്കിൽ അതിലെന്തൊക്കെയാണ് വരുന്നത്? സപ്ലൈസ്, അതുപോലെ വെൻഡേഴ്സ് ഒക്കെ തമ്മിലുള്ള കോർഡിനേഷൻ, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഡേ ടു ഡേ വർക്ക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു കോർഡിനേഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വർക്കേഴ്സ് അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസോഴ്സസിലേക്കും ആക്സസ് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഓപ്പറേഷണൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അതിനനുസരിച്ചുള്ളൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു അനലൈസ് ഹൗ ദീസ് എലമെൻറ്റ്സ് അഫക്റ്റ് പ്രൊഡക്ടിവിറ്റി ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ഹൗ ബെസ്റ്റ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ദസ് ബൂസ്റ്റിംഗ് പ്രൊഡക്ടിവിറ്റി. പിന്നെ അതുപോലെ തന്നെ എന്താണ്, എത്രത്തോളം ഈ എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെ പ്രൊഡക്ടിവിറ്റിനെ അഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ എഫിഷ്യൻസി ഏതൊക്കെ രീതിയിലാണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിൽ കൂടെ എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ, ടാക്റ്റിക്കൽ പ്ലാനിങ് ആണ്. ടാക്റ്റിക് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങളില്ലേ, സ്ട്രാറ്റജീസ്. ഇപ്പോൾ ടാക്റ്റിക്കൽ പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് ഷോർട്ട് ടേം ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ എ മാനർ ദാറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ഓവറോൾ സ്ട്രാറ്റജിക് ഗോൾസ്. അപ്പോൾ സിസ്റ്റമാറ്റിക്കലി എന്ത് ചെയ്യുക? ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് ഷോർട്ട് ടേം ബിസിനസ് ആക്ടിവിറ്റി. ഷോർട്ട് ടേം ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുക. അത് ഏത് രീതിയിലായിരിക്കണം? ഓവറോൾ സ്ട്രാറ്റജിക് ഗോൾസിന് അതുമായിട്ട് എന്താ പറയുക, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മളത് ചെയ്യുന്നത്. ദിസ് എലമെൻറ്റ് ഓഫ് ദ പ്രൊഡക്ടിവിറ്റി പ്ലാൻ ഷുഡ് സ്പെസിഫൈ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഈച്ച് ഓഫ് ദ 3 areas ഓഫ് പ്രൊഡക്ടിവിറ്റി പ്ലാനിങ്. ഇതിൽ എന്ത് പറയുന്നുണ്ട്? ആരാണ് ഓരോ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാൻ വേണ്ടി, അതായത് പ്രൊഡക്ടിവിറ്റി പ്ലാനിങ്ങിൻ്റെ ഇപ്പോൾ ഈ 3 എണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ അതായത് ഓപ്പറേഷണൽ, ടാക്റ്റിക്കൽ, അതുപോലെ സ്ട്രാറ്റജിക്. അപ്പോൾ ഈ 3 ഏരിയാസിലും ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് റെസ്പോൺസിബിൾ ആവുന്നത് എന്നുള്ളതൊക്കെ പ്രൊഡക്ടിവിറ്റി പ്ലാനിൽ പറഞ്ഞിരിക്കും. അതൊക്കെ പറയുന്ന ഒരു പ്രൊഡക്ടിവിറ്റി പ്ലാനാണ് ടാക്റ്റിക്കൽ പ്ലാൻ. ആൻഡ് ദ ടാക്റ്റിക്കൽ പ്ലാൻ ഓൾസോ ഔട്ട്ലൈൻസ് ഹൗ ദീസ് ലീഡേഴ്സ് വിൽ ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻ. അപ്പോൾ ഈ 3 ഏരിയാസിൻ്റെയും ലീഡേഴ്സ് ഓരോരുത്തർക്കും ഓരോ പ്ലാനാണ്. അപ്പോൾ അവരായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. ആ പ്ലാൻ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ ഹൗ ദീസ് ലീഡേഴ്സ് വിൽ ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻ എന്നുള്ള കാര്യങ്ങളും കൂടി ഈ ടാക്റ്റിക്കൽ പ്ലാനിൽ വരുന്നുണ്ട്. ദെൻ അടുത്തത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ് ഈസ് അനദർ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ പ്രൊഡക്ടിവിറ്റി പ്ലാൻ. മൂന്നാമത്തെ എസെൻഷ്യൽ ആയിട്ടുള്ളതാണ്. ഇതിൽ എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഡിസൈൻ ടു അലൈൻ ഡേ ടു ഡേ വർക്ക് ആക്ടിവിറ്റീസ് വിത്ത് ദ ഓവറോൾ മിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഡേ ടു ഡേ വർക്ക് ആക്ടിവിറ്റീസൊക്കെ എങ്ങനെയാണെന്ന് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ആൻഡ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സാണ്. അതൊക്കെ ഏതുമായിട്ട് കൂടി ചേർന്നതായിരിക്കണം? മിഷൻ ഓഫ് ദ ഓർഗനൈസേഷനുമായിട്ട്, ഓവറോൾ മിഷൻ ഓഫ് ദ ഓർഗനൈസേഷനുമായിട്ട് ഒന്നിച്ച് നിന്നിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഡിസൈൻഡ് ടു അലൈൻ ഡേ ടു ഡേ വർക്ക് ആക്ടിവിറ്റി വിത്ത് ദ ഓവറോൾ മിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ദെൻ ഓർഗനൈസേഷൻ ലീഡേഴ്സ് ബിഗിൻ ബൈ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ ലീഡർ എവിടെയാണ് തുടങ്ങുന്നത്? ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. അതായത് ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി, അതാണല്ലോ മെയിൻ ആയിട്ടുള്ളത്. വിച്ച് വിൽ ഹെൽപ്പ് ദി ബിസിനസ് ക്യാരി ഔട്ട് ഇറ്റ്സ് മിഷൻ. മാനേജേഴ്സ് ദെൻ കണ്ടക്ട് ആൻ എൻവയോൺമെൻറ്റൽ പ്ലാൻ. അപ്പോൾ ആദ്യം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു. ദെൻ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു എൻവയോൺമെൻറ്റൽ പ്ലാൻ കണ്ടക്ട് ചെയ്യുന്നു. അതായത് SWOT അനാലിസിസ് ചെയ്യാം. ടു ഐഡൻറ്റിഫൈ ദ ബിസിനസ് സ്ട്രെങ്ത്, വീക്ക്നെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ആൻഡ് ലീഡേഴ്സ് ദെൻ ഡെവലപ്പ് and implement strategies to take advantage of the company's strength and opportunity while combating its weakness and threats.
ദെൻ ലീഡേഴ്സ് എന്താ ചെയ്യുന്നത്? അവർ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യും. കമ്പനിയുടെ കമ്പനിയുടെ സ്ട്രെങ്ത്തും ഓപ്പർച്യൂണിറ്റീസും അതിന് ഗുണങ്ങളാക്കാനും അതേപോലെ വീക്ക്നെസ്സും ത്രെഡ്സും ഒഴിവാക്കാനും വേണ്ടി ആ രീതിയിലുള്ള സ്ട്രാറ്റജീസാണ് ഡെവലപ്പ് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടൈം ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ പ്ലാനിങ്ങിന് വേണ്ടി കുറേ പ്രൊഡക്ടിവിറ്റി പ്ലാൻസ് ഒക്കെ ബിസിനസ് ലീഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ മൈറ്റ് ഓൾസോ ബി യൂസ് ടു ഇംപ്രൂവ് ഇൻഡിവിജ്വൽ വർക്കർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ മൊത്തമായിട്ടുള്ള ആ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തും ചെയ്യുക, ഇൻഡിവിജ്വൽ വർക്കർ പ്രൊഡക്ടിവിറ്റിയും കൂടെ ഇംപ്രൂവ് ചെയ്യുക. Managers and supervisors may set productivity goals for individual workers as well as providing training to help workers improve communications, eliminate wastes and manage their time wisely. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും എന്ത് ചെയ്യുക, കുറേ പ്രൊഡക്ടിവിറ്റി ഗോൾസ് ഓരോ ഇൻഡിവിജ്വൽ വർക്കേഴ്സിനും പ്രൊഡക്ടിവിറ്റി ഗോൾസ് സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് എന്ത് ചെയ്യുക, ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ടൈം വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടൈം കറക്റ്റായിട്ട് വൈസായിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ത്രൂ ദാറ്റ് ഇംപ്രൂവ് ഇൻഡിവിജ്വൽ വർക്കേഴ്സ് productivity. Individual workers may also choose to develop their own productivity plan to proactively improve personal productivity level to better support the mission of the organization. ഇപ്പോൾ ഇൻഡിവിജ്വൽ വർക്കേഴ്സ് എന്ത് ചെയ്യാം, അവരുടെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്ലാൻസൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യണം. ടു ബെറ്റർ സപ്പോർട്ട് ദ മിഷൻ, ഓർഗനൈസേഷൻ്റെ ആ മിഷൻ എന്താ പറയുക അച്ചീവ് ചെയ്യണമെങ്കിൽ കൂടെ ഇവരുടെ തന്നെ ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റിയും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്ലാൻസൊക്കെ അവർ തന്നെ ചൂസ് ചെയ്യാം. ദെൻ അടുത്തത് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റാണ്. എന്താണ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്? ഇറ്റ് ഡിറ്റർമൈൻ മാനേജ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ് ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി ആൻഡ് ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് പ്രോമിസിങ് ഏരിയാസ് ഫോർ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ് എന്താണെന്ന് തീരുമാനിക്കുക. അതുപോലെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അതായത് നമ്മളൊരു റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസി. അതുപോലെ ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് പ്രോമിസിങ് ഏരിയ ഫോർ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റിൽ ഏറ്റവും മോസ്റ്റ് പ്രോമിസിങ് ഏരിയ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റാണ്. It questions the people and processes responsible for productive performance to determine which productivity related factors need attention. അതായത് ഇറ്റ് ക്വസ്റ്റ്യൻസ് പീപ്പിൾ ആൻഡ് പ്രോസസ്സ് റെസ്പോൺസിബിൾ, അതായത് ഓരോ പീപ്പിളിനും അതുപോലെ ഓരോ പ്രോസസ്സിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അതായത് പ്രൊഡക്റ്റീവ് പെർഫോമൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരൊക്കെയാണ്, ഏത് പ്രോസസ്സാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ഫാക്ടേഴ്സ് കൂടുതൽ അറ്റൻറ്റീവ് ആവാൻ വേണ്ടി, അതായത് കൂടുതൽ അവർ ശ്രദ്ധിക്കാനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണോ റെസ്പോൺസിബിൾ, ഏത് പ്രോസസ്സാണ് ഇതിന് റെസ്പോൺസിബിൾ, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. And it is used to assess the efficiency and effectiveness of company's existing resource use. പിന്നെ അതുപോലെ തന്നെ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് റിസോഴ്സ് യൂസിൻ്റെ എഫിഷ്യൻസി എത്ര ഉണ്ട്, ഇഫക്റ്റീവ്നെസ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇത് ആസസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ക്ലോസർ സ്ക്രൂട്ടിനി ആൻഡ് ഇവാലുവേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് യാർഡ് സ്റ്റിക്ക് ഫോർ മെഷർമെൻറ്റ് ആൻഡ് കമ്പാരിസൺ ആൻഡ് ദ ആക്ച്വൽ ഇൻപുട്ട് ഫാക്ടർ പെർഫോമൻസ്. അപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നത്, ക്ലോസ് സ്ക്രൂട്ടിനിയാണ്. അതുപോലെ ഇവാലുവേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്, അത്രയും സ്ക്രൂട്ടിനൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യും സ്റ്റാൻഡേർഡ്സൊക്കെ എത്ര യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ യാർഡ് സ്റ്റിക്ക് ഫോർ മെഷർമെൻറ്റ് ആൻഡ് കമ്പാരിസൺ ആൻഡ് ദ ആക്ച്വൽ ഇൻപുട്ട് ഫാക്ടർ പെർഫോമൻസ്, എത്രത്തോളം പെർഫോമൻസ് ഉണ്ട്, ഇൻപുട്ടിന് എത്രത്തോളം പെർഫോമൻസ് ഉണ്ട്, എത്രത്തോളം വേസ്റ്റ് ഇല്ലാതെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കമ്പയർ ചെയ്യും, എല്ലാം ചെയ്തുകൊണ്ടാണ് ചെയ്യുക. അതിനാണ് നമ്മളിവിടെ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രൊഡക്ടിവിറ്റി ഓഡിറ്റിൻ്റെ ടൈപ്സ് മെയിനായിട്ട് 3 ടൈപ്സ് ആണുള്ളത്. മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്, ലേബർ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് ആൻഡ് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. മെറ്റീരിയൽ, ലേബർ, ക്യാപിറ്റൽ. ഇനി ഫസ്റ്റ് വൺ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു എക്സാമിൻ ആൻഡ് ഇവാലുവേറ്റ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽസ് ഫ്രം ദ ഫോളോയിങ് ഇൻ ആസ്പെക്ട്. അപ്പം മെറ്റീരിയൽ പേര് തന്നെ ഉണ്ട്. എന്തായിരിക്കും ഇത് സീക്ക് ചെയ്യുന്നത്? എക്സാമിൻ ആൻഡ്
എക്സാമിൻ ആൻഡ് ഇവാലുവേറ്റ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്ടിവിറ്റി എക്സാമിൻ ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിനിങ് മോർ ഓഫ് എ ഗിവൺ ഔട്ട്പുട്ട് ദാൻ ബിഫോർ അറ്റ് ദ സെയിം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അതായത് നമ്മൾ തന്നിട്ടുള്ള ഔട്ട്പുട്ടിൽ നിന്ന് ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുക. സെയിം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, നമ്മൾ ഇൻപുട്ട് സെയിം തന്നെ, പക്ഷേ അതിൽ നിന്ന് നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. രണ്ടാമത്തത് ഒബ്റ്റെയിനിങ് എ ഗിവൺ ഔട്ട്പുട്ട് അറ്റ് ലോവർ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ദാൻ ബിഫോർ. രണ്ടാമത്തെ എന്താണ്, ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട് തന്നെ, പക്ഷേ ഇപ്പോൾ ഉള്ള അത്രയും കോസ്റ്റ് ഇല്ലാതെ ഇൻപുട്ടിന് അത്രയും കോസ്റ്റ് എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ ആ രീതിയിൽ. അപ്പോൾ ഇങ്ങനെ രണ്ട് ആസ്പെക്റ്റിലാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൊഡക്ടിവിറ്റി നോക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഉള്ളതിനേക്കാളും ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുക സെയിം കോസ്റ്റ് ഓഫ് മെറ്റീരിയലിന്. രണ്ടാമത്തത്, ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട് തന്നെ ഇപ്പോൾ ഉള്ളത്ര പോലും കോസ്റ്റ് ഇല്ലാതെ കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉള്ള അത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുക. അതാണ് മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റിൽ നമ്മൾ എക്സാമിൻ ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും ചെയ്യുന്നത്. ദെൻ ലേബർ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. ഇറ്റ് അറ്റംപ്റ്റ് ടു എക്സാമിൻ ആൻഡ് ഇവാലുവേറ്റ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ഇവിടെ എന്താണ്, ഇവിടെയും രണ്ട് ആസ്പെക്റ്റിലാണ് ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി അതിൻ്റെ എക്സാമിൻ ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും ചെയ്യുന്നത്. എന്തൊക്കെയാണ് ലേബറിൻ്റെത് രണ്ട് ആസ്പെക്റ്റ് പറയുന്നത്? ഒബ്റ്റെയിനിങ് ഹയർ ഔട്ട്പുട്ട് അറ്റ് ദ സെയിം ലേബർ കോസ്റ്റ്. മെറ്റീരിയൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട്, ഈ ലേബർ കോസ്റ്റ് സെയിം ആയിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഹയർ ഔട്ട്പുട്ട് കൊണ്ടുവരിക. രണ്ടാമത്തെ എന്താണ്, ഒബ്റ്റെയിനിങ് ദ ഗിവൺ ഔട്ട്പുട്ട് അറ്റ് ലോവർ ലേബർ കോസ്റ്റ്. ഇപ്പോൾ ഉള്ള അത്ര ഔട്ട്പുട്ട് എന്ത് ചെയ്യുക, ലേബർ കോസ്റ്റ് ഇല്ലാതെ കുറച്ചുകൊണ്ട്, ഇപ്പോൾ ഉള്ള ലേബർ കോസ്റ്റിൻ്റെ അത്ര ഇല്ലാതെ ഇത്രയും ഔട്ട്പുട്ട് എന്തായാലും കൊണ്ടുവരിക. ദെൻ ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. ഇതിൽ എന്തായിരിക്കും, എക്സാമിൻ ആൻഡ് ഇവാലുവേറ്റ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ബൈ അനലൈസിങ് ദ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൽ എക്സാമിൻ ആൻഡ് ഇവാലുവേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലാണ്. എന്തൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട്, ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്, എത്രത്തോളം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതിന് എത്രത്തോളം ക്യാപിറ്റൽ നമ്മൾ ആ കോഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ടിവിറ്റി എക്സാമിൻ ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും ചെയ്യുന്നത്. അപ്പോൾ 3 ടൈപ്സാണ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്: മെറ്റീരിയൽ, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്പ് ടു ഡയഗ്നൈസ് ഓപ്പറേഷണൽ വീക്ക്നെസ് ബൈ എ റിവ്യൂ ഓഫ് ദ ഓർഗനൈസേഷൻസ് എൻവയോൺമെൻറ്റ്. ജസ്റ്റ് നമ്മൾ ആ ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ് ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ ഓപ്പറേഷണൽ വീക്ക്നെസ് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു സീ വെദർ ദ റിസോഴ്സസ് ഓഫ് ദ ബിസിനസ് ഫ്ലോ ഇൻ ടു കൺസ്ട്രക്റ്റീവ് ആൻഡ് പ്രോഫിറ്റബിൾ ചാനൽസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ റിസോഴ്സസ് കൺസ്ട്രക്റ്റീവ് അതുപോലെ പ്രോഫിറ്റബിൾ ചാനലിലേക്കാണോ ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നല്ലൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ടും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ചാനലിലേക്ക് നമ്മളുടെ ബിസിനസ്സിൻ്റെ റിസോഴ്സസ് ഫ്ലോ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ല അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് enables to assess how far the measures and technique adopted are effective in attaining the goals and objectives of the firm. അപ്പോൾ ഫേമിൻ്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ അറ്റൈൻ ചെയ്യാൻ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്ത മെഷേഴ്സ് ആൻഡ് ടെക്നിക്സൊക്കെ എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ് ടു ബി മോർ സെൻസിറ്റീവ് ടു their obligations towards productivity improvement.